Why is none of this happening to the Chief Minister of Kerala? Why is his membership not being taken away? Why is his house not being taken away? Why is he not being interrogated by the ED, CBI and all these? Two chief ministers are in jail. How come none of this is happening to the Chief Minister? And the second question, I am 24/7 attacking the BJP. And the Chief Minister of Kerala is 24/7 attacking me. So this is a bit puzzling. മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. ഞാൻ 24 മണിക്കൂറും BJP ആക്രമിക്കുമ്പോൾ പിണറായി വിജയൻ 24 മണിക്കൂറും എന്നെയാണ് ആക്രമിക്കുന്നതെന്ന് രാഹുൽ പറഞ്ഞു. BJPക്കെതിരെ പോരാടുന്നവരെ അവർ ഉപദ്രവിക്കും. എന്നെ ED 55 മണിക്കൂർ ചോദ്യം ചെയ്തു. കേരള മുഖ്യമന്ത്രി ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. എന്തുകൊണ്ടാണ് പിണറായിക്ക് അത് സംഭവിക്കാത്തതെന്ന് രാഹുൽ ചോദിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. മുഖ്യ ശത്രു പിണറായിയോ? രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന്റെ ഉന്നമെന്ത്? പരസ്പരം ചെളിവാരി എറിയാനോ ഇന്ത്യ മുന്നണി? CPM ദേശീയ നേതൃത്വം മറുപടി കൊടുക്കുമോ? ഈ ചർച്ചയിൽ ശ്രീ കെ അരുൺകുമാർ CPM, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, ശ്രീ PR ശിവശങ്കർ BJP എന്നിവർ. വളരെ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ കെ അരുൺകുമാർ. CPIM-ഉം കോൺഗ്രസും അടക്കം 28 പാർട്ടികൾ ചേർന്ന മുന്നണിയാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി ഉണ്ടാകാനുള്ള കാരണം BJP ഭരണഘടനാ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നു. ഭരണഘടനയെയും രാജ്യത്തെയും സംരക്ഷിക്കാൻ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിൽക്കണം എന്ന താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അങ്ങനെയുള്ള മുന്നണി ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത് പോലെ പരസ്പരം ചെളിവാരി എറിയേണ്ട കാര്യമുണ്ടോ? ഇവിടെ 28 കക്ഷികൾ ഒറ്റ മനസ്സോടെ ഒറ്റ മുന്നണിയായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. യോജിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളിലും യോജിക്കണമെന്നും ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രക്ഷോഭങ്ങൾ ഒരേ മനസ്സോടെ യോജിപ്പോടുകൂടി ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ച് നിരവധി വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ 3 സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ബംഗാൾ, കേരളം, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി എന്ന രൂപത്തിലല്ല മത്സരിക്കുന്നത്. ഇത്തരത്തിലുള്ള കക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ട്. ഇവിടെ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ, ഈ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ട വച്ചുള്ള പ്രവർത്തനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ഏത് ഘട്ടത്തിലും ഈ നിലപാടിനെ അതിശക്തമായിട്ട് വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം പാർലമെന്റിന് അകത്തും പുറത്തും നടത്തുവാനും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടം നടത്തുവാനും എല്ലാം CPM നേതൃത്വം കൊടുത്തിട്ടുണ്ട്, ഇടതുപക്ഷം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് ഈ തവണ ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ, അത് പൗരത്വ ഭേദഗതി നിയമമാവട്ടെ, ഇലക്ട്രൽ ബോണ്ട് ആകട്ടെ, പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ CPM എന്ത് നിലപാടെടുക്കുന്നു, കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതല്ല. ഇപ്പൊ നോക്കൂ, തുടർച്ചയായ ദിവസങ്ങളിൽ കേരളത്തിലെ CPM മുഖ്യമന്ത്രി അടക്കം കോൺഗ്രസിനെ അക്കൗണ്ടബിൾ ആക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ CA വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു, നിങ്ങളുടെ മാനിഫെസ്റ്റോയിലെ COA എവിടെ, നിങ്ങൾ കോൺഗ്രസ്സുകാർ നാളെ BJP ആവും, ഇങ്ങനെ കോൺഗ്രസിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു. BJPയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത നയസമീപനമാണ് നിങ്ങൾക്ക് എന്ന് ആക്ഷേപിക്കുന്നു. അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുമ്പോൾ തിരിച്ച് മറ്റ് മുഖ്യമന്ത്രിമാർക്ക് ഇല്ലാത്തത് എന്താണ് പിണറായി വിജയൻ ഉള്ളത്, എന്ത് പ്രത്യേകതയാണുള്ളത് എന്ന് അവരെങ്ങോട്ടും ചോദിക്കുന്നു. അപ്പോൾ ഇതൊരുമാതിരി ചക്കളത്തി പോരാട്ടമായി ഇങ്ങനെ മുന്നോട്ട് പോകണം. പരസ്പരം മത്സരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായും പരസ്പരം മത്സരിക്കേണ്ടി വരും. പക്ഷേ ദേശീയ തലത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിലപാടുകളെ തന്നെ റദ്ദാക്കിക്കളയും വിധമുള്ള ഇവിടുത്തെ ഈ വാക്പോര്, ഈ ചെളിവാരി എറിയൽ എന്തിനാണ്? മിസ്റ്റർ അഭിലാഷ്, ഞാൻ അതിലേക്കാണ് വന്നത്. താങ്കൾ ഇടപെട്ടതാണ്. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വസ്തുതാപരമാണ്. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അനുസരിച്ചുകൊണ്ട് ഭാവിയിൽ നിലപാട് തിരുത്തേണ്ടി വന്ന സാഹചര്യം കോൺഗ്രസിന് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാഷ്ട്രത്തിന് മതമില്ല എന്നും ഭരണാധികാരികൾക്ക് മതമില്ല എന്നും മതപരമായ ചായ്വ് പാടില്ല എന്നും പ്രധാനമന്ത്രി തന്നെ പൂജാരിയായി മാറുന്ന ചടങ്ങിലേക്ക് ഞങ്ങൾ വരില്ല, ഞങ്ങൾ പങ്കെടുക്കില്ലെന്ന് ആദ്യം CPM പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയില്ല. 2 ആഴ്ച കഴിഞ്ഞ് പല അനാവശ്യ ചർച്ചകൾക്ക് ശേഷം അവസാനം അവരും ആ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് നിയമ പോരാട്ടം നടത്തി. അത് അവർ സ്വീകരിച്ചു. അവസാനം അവർ BJPക്കെതിരെ പറയാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ബിൽക്കീസ് ബാനുവിന്റെ കേസ്, ഉയർന്നു വന്ന നിരവധി വിഷയം, പൗരത്വ ഭേദഗതി നിയമം, ഞങ്ങൾ അതിശക്തമായി RSSന്റെ അജണ്ടയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകടന പത്രികയിൽ പോലും അത് ഉൾപ്പെടുത്താൻ തയ്യാറാകാതെ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനം, ഞാൻ രാത്രി പോയി ഉറങ്ങി പിറ്റേ ദിവസം നിലപാട് പറയാമെന്ന് പറഞ്ഞു പോയിട്ട് 15 ദിവസം കഴിഞ്ഞ് നിലപാട് പറയാത്ത സാഹചര്യം. ഇത്തരത്തിൽ വസ്തുതാപരമായ കാര്യങ്ങളാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്, CPMന്റെ നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിന്റെ കൊടി എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന്റെ ചങ്കാണ്,
ആ കൊടി പോലും ഉയർത്തിപ്പിടിച്ചാൽ അത് BJPക്ക് ബുദ്ധിമുട്ടാകും, അവർ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് ലീഗിന്റെ കൊടി മാത്രമല്ല കോൺഗ്രസിന്റെ കൊടി പോലും ഉപയോഗിക്കേണ്ടതില്ല ഒന്ന് കുനിയാൻ പറയുമ്പോഴേക്കും നിലത്ത് കിടന്ന് ഇഴയുന്ന സമീപനവുമായി കോൺഗ്രസ് അധംപതിച്ചു വരുന്ന ആ രാഷ്ട്രീയ സാഹചര്യമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഏതെങ്കിലും ഒരു സാഹചര്യം തെറ്റാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? പക്ഷെ തിരിച്ചു വരുന്ന ആരോപണം എന്താണ്? തിരിച്ചു വരുന്ന ആരോപണങ്ങൾ എല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ എത്ര നാളായി കേരളത്തിൽ നടത്തുന്ന അന്വേഷണം? 10 ഇൻസിഡന്റ് ഞാൻ പറയാം, ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ്, വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ്, ഖുറാന്റെ പേരിൽ സ്വർണം കടത്തി എന്ന കേസ്, ഈന്തപ്പഴത്തിന്റെ പേരിലുള്ള കേസ്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ്, FSIO അന്വേഷണം, കിഫ്ബി, അതുപോലെ കരിവന്നൂര്, തൃശൂർ പാർട്ടി DC അക്കൗണ്ട് മരവിപ്പിച്ച 10 സംഭവം. ഇതിൽ ഏത് സംഭവമാണ് തെളിയിക്കാൻ കഴിഞ്ഞത്? അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യൽ, പത്രക്കാർക്ക് വാർത്ത ലീക്കേജ് ചെയ്ത് കൊടുക്കൽ, ദിവസങ്ങൾ ചർച്ച നടത്തൽ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ വസ്തുതാപരമായി തെളിവ് കണ്ടെത്താൻ ഏതെങ്കിലും കേസിൽ കഴിഞ്ഞോ? ഇതെല്ലാം സെറ്റിൽമെന്റ് ആണ്, അതുകൊണ്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ആണ് എന്ന ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു ആരോപണം കഴിഞ്ഞ 7.5 വർഷമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി BJPക്കെതിരെ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത്, ഓരോ മണ്ഡലത്തിലും കുറഞ്ഞതൊരു 10 പൊതുയോഗമെങ്കിലും ജില്ലയിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും രാവിലെ പത്രസമ്മേളനമുണ്ട്. സംഘപരിവാറിന്റെ രാഷ്ട്രീയം, ഈ രാജ്യത്തെ തകർക്കുന്ന രാഷ്ട്രീയം, മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറലിസം തകർക്കുന്നതിനെതിരെ അതിശക്തമായി തന്നെയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് സംഘപരിവാർ രാഷ്ട്രീയത്തിന് അനുകൂലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം, അതുപോലെ അവരോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന, കുനിയാൻ പറയുമ്പോഴേക്കും ഇഴയുന്ന പ്രവർത്തനം നടത്തുമ്പോൾ അതും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയം പറയുമ്പോൾ ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ എന്താണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം? അത് ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തോടെയുള്ള പ്രവർത്തനത്തെ ദേശീയ തലത്തിൽ ബാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഞങ്ങൾക്കെതിരെ നടത്തുന്ന ഒരാരോപണവും തെളിയിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം അത് ശരിയെന്ന് ബോധ്യപ്പെട്ട് പിന്നീട് തിരുത്തേണ്ടി വരുന്ന സാഹചര്യം കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്, ലീഗിനുണ്ടായിട്ടുണ്ട്, മറ്റു കക്ഷികൾക്കുണ്ടായിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ലേറ്റ് ആവുന്നതുകൊണ്ടാണ് കോൺഗ്രസിന് ഇക്കാര്യത്തിലുള്ള മറുപടി പറയാൻ കഴിയാതെ പോകുന്നത്. അദ്ദേഹം എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ PR ശിവശങ്കർ, ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് BJPക്കെതിരെ ആരെങ്കിലും നിലപാട് സ്വീകരിച്ചാൽ, BJPയെ വിമർശിച്ചാൽ അവരതിന് പകരം വീട്ടും. അങ്ങനെ എനിക്ക് നേരെ പകരം വീട്ടിലുണ്ടായിട്ടുണ്ട്. എന്നെ 55 മണിക്കൂർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ മാത്രം ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. ഇതൊരു പസിലിംഗ് ക്വസ്റ്റ്യൻ ആണ് എന്ന് അദ്ദേഹം പറയുന്നു. BJPയെ വിമർശിക്കുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നിട്ടും BJP തിരിച്ച് അദ്ദേഹത്തെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് അതിന് ഉത്തരവുണ്ടോ? ഉത്തരമേ ഉള്ളൂ അഭിലാഷ്. ഒന്ന്, ഈ ചോദ്യങ്ങളിലും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗങ്ങളിലും തന്നെ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്. അത് വളരെ നിസ്സാരമായി, വളരെ ഏത് സാധാരണക്കാരനും രാഷ്ട്രീയം പിന്തുടരുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഒന്ന്, അദ്ദേഹം പിണറായിയെക്കുറിച്ച് നിരന്തരമായി എതിർക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒന്നല്ലെങ്കിൽ ഈ അഴിമതി ആരോപണങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ എന്തിനാണ് അതിനുശേഷം ഇത്തരത്തിൽ പിണറായി വിജയൻ്റെ ചിത്രം പോലും വെച്ചുകൊണ്ട് ദ വോയിസ് ഓഫ് ഇന്ത്യ ഈസ് ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 30-ാം തീയതി അദ്ദേഹം പരസ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം അത് ട്വീറ്റും ചെയ്തിരുന്നു. അന്ന് ട്വിറ്ററായിരുന്നല്ലോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് മതിഭ്രമമുണ്ട്, അല്ലെങ്കിൽ മറവി രോഗമുണ്ട്, ഏതോ ഒന്നുണ്ട്. അതല്ലെങ്കിൽ അദ്ദേഹം ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ഇപ്പം അരുൺ പറഞ്ഞ ആരോപണങ്ങളല്ല, മറ്റു പല ആരോപണങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ, ഇത്ര അഴിമതിക്കാരനായ ഇദ്ദേഹം തന്നെ ജയിലിലിടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ, അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഉയർത്തിക്കാട്ടിയത്? അത് ഒന്നാമത്തെ പ്രശ്നം. 2, ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തിനാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കൂട്ടുകൂടുമ്പോൾ ഇദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അവിടെ കൊണ്ടുവരുന്നതും CPM-നെയും മുന്നണിയിൽ വെക്കുന്നതും എന്നുള്ളതും രണ്ടാമത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് CPM ഇപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിൽ സ്വന്തം ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട്, ഇപ്പോൾ ഇവിടെ അരുൺ പറഞ്ഞു കോൺഗ്രസ് സ്വന്തം പാർട്ടിയുടെ കൊടിയെ മുന്നോട്ട് പോയി കൊണ്ടുപോകാൻ തയ്യാറാവുന്നില്ല, കൊടി ഉയർത്തിപ്പിടിക്കാൻ പോലും അഭിമാന പ്രശ്നം. സ്വന്തം നേതാവിനെ ഇത്രയേറെ അഴിമതിക്കുള്ളിലാക്കേണ്ടതാണ് എന്ന് പരസ്യമായി പറയുന്ന നേതാവിൻ്റെ പുറകെ 2-3 സീറ്റിനു വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ അടിമപ്പണി ചെയ്യുന്ന LK അദ്വാനിയുടെ ഭാഷയാണ് അദ്ദേഹം പറഞ്ഞത്. മുട്ടിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഇഴഞ്ഞു എന്ന് പണ്ട് പത്രപ്രവർത്തകരെക്കുറിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് പറഞ്ഞു. വെൻ ദേ വാണ്ടഡ് ടു സ്ക്രോൾ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിരുന്നു.
അപ്പോൾ ഇവിടെ സത്യത്തിൽ ആ ഭാഷ ഉപയോഗിക്കേണ്ടത് ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചെയ്യുന്നത്. മുട്ടിലിഴയാൻ പറഞ്ഞപ്പോൾ നിലത്ത് കിടന്ന് ഇഴയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 3 or 4 സീറ്റിന് വേണ്ടി ഇത്തരം അഴിമതിക്കാരനായ കോൺഗ്രസ്സുകാരനായ രാഹുൽ ഗാന്ധി ഈ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പോളിറ്റ് ബ്യൂറോയിലുള്ള നേതാവിനെ പറഞ്ഞിട്ടും 3 or 4 സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ 10 സീറ്റിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അദ്ദേഹത്തിൻ്റെ കീഴെ നിന്നുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ അല്ലെങ്കിൽ കൊടിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവർക്ക് ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമില്ലേ? സ്വന്തം നേതാവിനെ കുറിച്ച് അഴിമതിക്കാരനാണെന്നും അദ്ദേഹത്തിൻ്റെ മകൾ അഴിമതിക്കാരിയാണെന്നും കുടുംബം മുഴുവൻ അഴിമതിക്കാരാണെന്നും പറയുന്ന നേതാവിൻ്റെ പുറകെ പോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഴിമതിയുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമില്ലേ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഒന്ന്, രാഹുലിന് മറവിരോഗമുണ്ട്, അല്ലെങ്കിൽ അപമാനത്തിൻ്റെ പ്രശ്നമുണ്ട്. CPM എന്തായാലും ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇന്ന് അവർ പ്രഖ്യാപിക്കണം ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒപ്പമോ ഇല്ല. കാരണം ഞങ്ങളുടെ നേതാവിനെ ഇതാ ഏറ്റവും മോശമായി പറഞ്ഞിരിക്കുന്നു, ഇതിലേതെങ്കിലും പറയാൻ തയ്യാറാവണം. അതുകൊണ്ട് രണ്ടുപേർക്കും തങ്ങളുടെ വോട്ട് രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ കുറച്ച് സീറ്റിന് വേണ്ടി BJPക്കെതിരെ കുറച്ച് നാൾ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ശരി, ശ്രീ KP നൗഷാദ് അലി, രാഹുൽ ഗാന്ധി കണ്ണൂരിൽ നടത്തിയ പ്രസംഗം കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ BJPക്കെതിരെ സംസാരിച്ചു, അതുകൊണ്ട് എൻ്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കി, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. പിണറായി വിജയനെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കി അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കാത്തത്? ഇതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആദ്യത്തെ പ്രശ്നം. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അദ്ദേഹം കോലാറിൽ നടത്തിയ ഒരു പ്രസംഗം കേസാവുകയും ആ കേസിൽ അദ്ദേഹം കൺവിക്റ്റഡ് ആയ സമയത്ത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദായി, അദ്ദേഹത്തിന് ഔദ്യോഗിക വസതി ഒഴിയേണ്ടി വന്നു. പിണറായി വിജയൻ അങ്ങനെ ഒരു സ്പീച്ച് നടത്തിയിട്ടില്ല. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അംഗത്വം റദ്ദാവുന്ന പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു, ഭൂപേഷ് ബാഗൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു, സിദ്ധരാമയ്യ ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. ഇവർക്കാർക്കും സംഭവിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിക്കും അങ്ങനെ അംഗത്വം റദ്ദാക്കുകയോ ഔദ്യോഗിക വസതി ഒഴിയുകയോ ചെയ്യേണ്ട സാഹചര്യം നേരിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ BJPയെ എതിർത്തു, അതുകൊണ്ട് എൻ്റെ അംഗത്വം പോയി. പിണറായി വിജയൻ്റെ അംഗത്വം പോവാത്തത് അദ്ദേഹം BJPയെ വിമർശിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് എത്ര ബാലിശമാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ചൈൽഡിഷായി സംസാരിക്കുന്നത്? അഭിലാഷ്, ഈ നിങ്ങളുടെ ഈ ചോദ്യത്തിൽ അത് ഒരു രാഷ്ട്രീയമായ ഒരു പ്രയോഗമാണ്. ആ പ്രയോഗത്തിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയമുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് BJPയെ ഏത് വിധേനയും താഴെ ഇറക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ്. പണ്ട് CHൻ്റെ ഭാഷ കടമെടുത്താൽ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരിക്ക് മൂർക്കം പാമ്പ് വരെയുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ വെളിയിൽ ഞങ്ങൾ 5 സംസ്ഥാനങ്ങളിൽ CPMുമായിട്ട് സഹകരിക്കുന്നുണ്ട്. തമിഴ്നാട്, ബംഗാൾ, ത്രിപുര, ബീഹാർ, രാജസ്ഥാൻ. മറ്റ് പല സംസ്ഥാനങ്ങളിലും നേരിട്ട് മറ്റ് കലഹത്തിൻ്റെ പ്രശ്നങ്ങളില്ല. കേരളത്തിലാണ് CPMും കോൺഗ്രസും മുഖാമുഖം ഏറ്റുമുട്ടുന്നത്. ഇവിടെ എല്ലാ സന്നാഹവും BJPക്ക്, പ്രത്യേകിച്ചും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തിരിച്ചു വെക്കേണ്ട CPM അതിന് മുതിരാതെ രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിക്കുകയും അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും തീർത്തും അസത്യമായ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതിന് അസത്യമെന്ന് ഞാൻ പറയാൻ കാരണം, രാഹുൽ ഗാന്ധിക്ക് CAAയിൽ ഒരു നിലപാടില്ല എന്നാണ് ദീർഘനാളായിട്ട് പിണറായി വിജയൻ തൊട്ട് ഗോവിന്ദൻ മാഷ് വരെ പറയുന്നത്. ഏക സിവിൽ കോഡിൽ നിലപാടില്ല, 370 നിലപാടില്ല. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ രാഹുൽ ഗാന്ധിയിൽ കേന്ദ്രീകരിച്ച് അവരൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇവിടെ കേരളത്തിൽ സൃഷ്ടിച്ചു. ഇവിടെ ആസാമിൽ വെച്ച് ജാഹെ കുച്ച് ബി ഹോ ജായ് CAA നഹി ഹോഗ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് ആഴ്ചകളെ ആയുള്ളൂ. ഇന്ത്യ രാജ്യത്ത് CAAക്കെതിരെയുള്ള പോരാട്ടം നയിച്ച ആളാണ് രാഹുൽ ഗാന്ധി. 2012 വരെ ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് വേണമെന്ന നിലപാടുകാരായിരുന്നു CPM. പിന്നീട് പോളിറ്റ് ബ്യൂറോ കൂടി തിരുത്തിയതാണ്. ഞങ്ങളെ ഇവിടുത്തെ വസന്തത്തിലും ഗ്രീഷ്മത്തിലും ഹേമന്തത്തിലും ശിശിരത്തിലും ഒക്കെ സിവിൽ കോഡ് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചവരാണ്. ഞങ്ങളുടെ ഭരണകാലത്ത് എവിടെയും പൗരത്വത്തിലും മതം പ്രശ്നമായിട്ടില്ല. ഇതിലൊക്കെ കൃത്യമായ നിലപാട് എല്ലാ കാലത്തുമുള്ള പാർട്ടിയെ അവർ ഈ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ ഇത്തരത്തിൽ നേരിടുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി തിരിച്ചു പറയാൻ നിർബന്ധിതനാവുകയാണ്. രാഹുൽ ഗാന്ധി ഒരു 2-3 ദിവസം മുമ്പ് വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പര്യടനത്തിൽ എൻ്റെ നാട്ടിൽ വന്ന് പ്രസംഗിച്ചത് ബീയിങ് ആൾ ഇൻഡിഫറൻസസ്
ദേ ആർ കോമ്രേഡ്സ്, ദേ ആർ അവർ ബ്രദേഴ്സ് എന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം ഞങ്ങൾ സഹോദരന്മാരാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ മനോഭാവം നമ്മൾ ഇതോട് കൂട്ടി വായിക്കണം. എന്നാൽ അത് കേട്ടിട്ടും പിറ്റേ ദിവസത്തെ പത്രങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്ക് സംസ്ഥാന സർക്കാരിനോട് മൃദുസ്വരം, മോദിയെ കടന്നാക്രമിക്കുന്നു എന്ന ഹെഡിങ്ങിനിടയിലും വി ഗോവിന്ദൻ മാഷ പത്രസമ്മേളനം നടത്തുന്നത് രാഹുൽ മോഡിക്കെതിരെ ഒന്നും മിണ്ടിയില്ല എന്നാണ്. അപ്പൊ തീർത്തും ഇവരൊരു തെരഞ്ഞെടുപ്പിലെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള അസത്യപ്രചരണമായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-നെയും LDF-നെയും കോൺഗ്രസിന്റെ നേതാക്കൾ കടന്നാക്രമിക്കും, CPM നേതാക്കൾ നിങ്ങളെയും കടന്നാക്രമിക്കും. അത് ഇവിടുത്തെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ആണ്. ഇപ്പോൾ കെ സുധാകരനോ VD സതീശനോ രമേശ് ചെന്നിത്തലയോ CPM-നെയോ മുഖ്യമന്ത്രിയോ രൂക്ഷമായി വിമർശിച്ചാൽ അതൊരു വാർത്തയല്ല, സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യമാണ്. തിരിച്ച് MV ഗോവിന്ദനോ പിണറായി വിജയനോ കോൺഗ്രസിനെ വിമർശിച്ചാലും വാർത്തയല്ല, കാരണം നിങ്ങൾ ഇവിടുത്തെ സ്വാഭാവിക എതിരാളികളാണ്. പക്ഷെ രാഹുൽ ഗാന്ധി 28 പാർട്ടികളുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആ ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിയാണ് CPM. ഈ വാളയാർ അതിർത്തി കടന്നാൽ നിങ്ങൾ തമിഴ്നാട്ടിലും സഖ്യമാണ്. രാജസ്ഥാനിൽ നാളെ 1ാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അതിൽ രാജസ്ഥാനിലെ 12 സീറ്റുകളിൽ ഒന്നിൽ മത്സരിക്കുന്നത് CPM ആണ്. ബംഗാളിൽ നിങ്ങൾ സഖ്യകക്ഷികളാണ്. ബീഹാറിൽ 5 ഇടത്ത് ഇടത് കക്ഷികളും 9 ഇടത്ത് കോൺഗ്രസും ബാക്കിയുള്ളിടത്ത് RJD-യുമാണ് മത്സരിക്കുന്നത്. വാളയാർ കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ മുന്നണിയാണ്. അപ്പോൾ ഒരു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആ മുന്നണിയുടെ ഒരു ചീഫ് മിനിസ്റ്ററെ അഴിമതിക്കാരനാക്കുക എന്ന് പറയുന്നത് നമുക്ക് സാമാന്യ നിലയ്ക്ക് ദഹിക്കുന്ന കാര്യമല്ല. ഇത് ഡൽഹിയിൽ എങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുക? ഇത് ബംഗാളിൽ എങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുക? ഇവിടെ അഭിലാഷേ, ദേശീയ രാഷ്ട്രീയം മുൻനിർത്തി, ഭരണഘടനാപരമായ വിഷയങ്ങൾ മുൻനിർത്തി, BJP-യുടെ ജനവിരുദ്ധ നിയമങ്ങൾ, ഭരണഘടനാ വിരുദ്ധ നിയമങ്ങൾ മുൻനിർത്തിയാണ് ഇവർ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നത്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവർക്ക് BJP-ക്ക് കഴിഞ്ഞ തവണ നടത്താൻ കഴിഞ്ഞൊരു ധ്രുവീകരണത്തിൻ്റെ തെറ്റിദ്ധാരണയുടെ രാഷ്ട്രീയം വയനാട് കേന്ദ്രീകരിച്ച് നടത്താൻ കഴിയാത്തതിൽ വരെ വലിയ കുണ്ഠിതമാണ്. ആ നരേറ്റീവ് അവർ ദിവസങ്ങളോളമായിട്ട് ഇപ്പോഴും അരുൺകുമാർ അത് പ്രകടിപ്പിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പറയുന്നതിൻ്റെ മാതൃക തീർത്തവർ CPM ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, ഇവിടെ ശൈലജ ടീച്ചർ എന്ന CPM-ന്റെ വടകരയിലെ സ്ഥാനാർത്ഥി തന്നെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ട് 20 ദിവസം പിന്നിട്ടിട്ടും പ്രതി ആരെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ BJP-ക്കാര് അങ്ങ് പിന്നെ പാലോട് കേസ് കൊടുത്താലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേസ് കൊടുത്താലും 153 ചാർജ് ചെയ്യുന്നു, 171G ചാർജ് ചെയ്യുന്നു, കേരള പോലീസ് ആക്ടിന്റെ 120 ചാർജ് ചെയ്യുന്നു. ഇത്തരത്തിൽ മോദിക്കെതിരെ ഒരക്ഷരം വേണ്ടിയാൽ ഉടൻ പ്രതികളെ കണ്ടുപിടിച്ച് കേസ് ചാർജ് ചെയ്യുകയാണ്. ശൈലജ ടീച്ചർ കൊടുത്ത പരാതിയിൽ പോലും പ്രതികളെ കണ്ടെത്താതെ ഇരുട്ടിൽ തപ്പുകയാണ്. അപ്പം ഇത്തരത്തിലൊക്കെ ഒരു സർക്കാർ മുന്നേറുമ്പോൾ, മുണ്ടുടുത്ത മോഡി എന്ന് CPI-ക്കാർ വിമർശിക്കുമ്പോൾ, കേരളത്തിലെ പോലീസ് സംഘിവൽക്കരിക്കപ്പെട്ടു എന്ന് വയനാട്ടിലെ ആനി രാജ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഞങ്ങൾ കേരളത്തിൽ അത് പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധിക്കും അത് പറയേണ്ടി വരും. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ വായിൽ കോലിട്ട് കുത്തി ആഴ്ചകളോളം ഇവർ ദേശീയ രാഷ്ട്രീയത്തിൽ BJP-ക്ക് ആയുധം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ സന്ദേഹങ്ങൾ അദ്ദേഹത്തിന് പ്രകടിപ്പിക്കേണ്ടി വരും. അതിനകത്ത് കേരളത്തിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനെയും ഒരു CPM-കാരനെയും പോലെയാണോ രാഹുൽ ഗാന്ധി പെരുമാറേണ്ടത്? ഇവിടെ ഇപ്പോൾ നേരത്തെ ശിവശങ്കർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഇന്ത്യ സഖ്യം മാസങ്ങൾക്ക് മുമ്പ് ഒരു പത്രപരസ്യം കൊടുത്തു. ഇന്ത്യ സഖ്യത്തിന്റെ 10 മുഖ്യമന്ത്രിമാരിൽ ഒരാൾ പിണറായി വിജയനാണ്. BJP സർക്കാരിന്റെ ഫെഡറൽ സംവിധാനത്തെ തിരസ്കരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കെതിരെ പോരാടുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ 10 മുഖ്യമന്ത്രിമാരെ വെച്ച് ഫ്രണ്ട് പേജ് പരസ്യം നിങ്ങൾ പത്രങ്ങൾക്ക് കൊടുക്കുകയും ആ പരസ്യം രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് അതിൽ ഒരു മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് പിടിച്ചകത്തിടുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിൽ വന്ന് ചോദിക്കുന്ന വൈരുദ്ധ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോടാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങളോട് മാത്രമല്ല, മുഴുവൻ ജനങ്ങളോടും, ഇന്ത്യയിലെ ഈ വോട്ടർമാരോട് മുഴുവൻ. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പിന്നെ അതിനെ ചിത്രീകരിച്ച് മുന്നോട്ട് പോയത്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലൊരു മുഖ്യമന്ത്രിയാണല്ലോ മമതാ ബാനർജി. ആ മമതാ ബാനർജിക്കെതിരെ CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണല്ലോ അവിടെ മത്സരിക്കുന്നത്. ഇവിടെ BJP-ക്കാർ NDA വീണ്ടും രൂപീകരിക്കാൻ 10-39 കക്ഷികളുണ്ട് എന്ന് പറഞ്ഞ് കെട്ടിയെഴുന്നള്ളിച്ചവരിൽ ജഗൻമോഹൻ റെഡ്ഡി തൊട്ട് നവീൻ പട്നായിക്ക് വരെ ഉണ്ടല്ലോ, ശിരോമണി അകാലിദൾ ഉണ്ടല്ലോ, അവരൊന്നും കാണാനില്ലല്ലോ. അന്ന് അവരുടെ ഹരിയാനയിലെ ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ JVP എന്ന പാർട്ടിക്കാർ, അവരൊന്നും കാണാനില്ല. അവരെയൊക്കെ ഇവർ നിശ്ചിതമായിട്ട് എതിർക്കുന്നുണ്ട്. അപ്പോൾ
ഇത്തരത്തിൽ രാഷ്ട്രീയമൊക്കെ മാറിയും മറിഞ്ഞും പോകും. ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ന്യായമായി ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്ന BJPയുമായി ബന്ധപ്പെട്ട അന്തർധാരയുടെ സംശയങ്ങൾ രാഹുൽ ഗാന്ധിയും ഉന്നയിക്കാൻ നിർബന്ധിതമായി അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിക്കുകയാണ്. പഴയൊരു ഹിന്ദി സിനിമയിൽ പറഞ്ഞ പോലെ യെ പീത്താ നഹി ഹെ പിലായി ഗൈ ഹെ എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് അത് ചോദിക്കേണ്ടി വരികയാണ്. കാരണം രാഹുൽ ഗാന്ധി ഞങ്ങളൊക്കെ ബായി ബായി ആണ് എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസവും രാഹുൽ ഗാന്ധിക്ക് CAAയിൽ നിലപാടില്ല, രാഹുൽ ഗാന്ധിക്ക് പിന്നെ ഏക സിവിൽ കോഡിൽ നിലപാടില്ല എന്നൊക്കെ പറഞ്ഞ് BJP ആക്രമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പത്രസമ്മേളനം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് ആവശ്യമായി വരികയാണ്. അദ്ദേഹം കേരളത്തിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പാനലാണ് കേരളത്തിൽ ഇടതുമുന്നണിയെ നേരിടേണ്ടി വരുന്നത്. മറ്റ് 19 സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി രാഹുൽ ഗാന്ധി എന്ന നായകനെ മുഖവിലക്കെടുക്കേണ്ടി വരും. അദ്ദേഹത്തിന് പറയേണ്ടി വരും. ഒരാൾ മാത്രമല്ല രാഹുൽ ഗാന്ധി എന്നതാണ് ആ കാര്യത്തെ പ്രസക്തമാക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയത്. ഇവിടെ ശ്രീ അരുൺകുമാർ കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യം, ഇപ്പോൾ കോൺഗ്രസിനെ CPM വിമർശിക്കും സ്വാഭാവികമായും. തൃണമൂൽ കോൺഗ്രസിനെ പശ്ചിമ ബംഗാളിൽ വിമർശിക്കുന്നത് പോലെ ആം ആദ്മി പാർട്ടിയെ പഞ്ചാബിൽ വിമർശിക്കുന്നത് പോലെ ഈ 3 സംസ്ഥാനങ്ങളിലും മുന്നണിയായിട്ടല്ലല്ലോ മത്സരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്ത് കോൺഗ്രസിന്റെ ദേശീയ താല്പര്യങ്ങളിലുള്ള നിലപാടുകളെ തന്നെ നിങ്ങൾ വേറൊരു തരത്തിൽ ചിത്രീകരിക്കുകയും അവരെ കോൺഗ്രസിനെ BJPയുടെ ബി ടീം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്താൽ അതേ നാണയത്തിൽ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? നിങ്ങളെല്ലാം അങ്ങോട്ട് പറയും, അവർ തിരിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? മിസ്റ്റർ അഭിലാഷ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, CPM ഉന്നയിക്കുന്ന ഓരോ ആരോപണവും അല്ലെങ്കിൽ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്ന ഓരോ വാചകങ്ങളും അത് വസ്തുതാപരമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു 10 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു കേസിൽ അന്വേഷണം ഒരടി മുന്നോട്ട് പോവുകയോ, ഇപ്പൊ പ്രധാനമന്ത്രി തന്നെ വന്ന് പറഞ്ഞ് പ്രസംഗിച്ചല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമാണ് എന്ന്. ഇതേ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പാണല്ലോ EDയും CBIയും കസ്റ്റംസും NIയും എല്ലാം. എത്ര വർഷമായി അന്വേഷണം നടത്തി? തെളിവ് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഒരു പോയിന്റ് തെളിവ് കിട്ടിയാൽ CPMന്റെ മുഖ്യമന്ത്രിയെ അവർ വെറുതെ വിടുമോ? മോഹൻ ഭഗവത് നാഗപ്പൂരിൽ വിജയദശമി നാളിൽ പ്രസംഗിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ രാമക്ഷേത്രം, അതായത് ഹിന്ദുത്വ അജണ്ടയോട് കൂടിയിട്ടുള്ള ഫാസിസ്റ്റ് രാജ്യം പുലരുകയെന്ന്. ഈ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ തലയ്ക്ക് 2 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചതാണ് RSS അടുത്ത കാലത്ത്. നമുക്കറിയാം, വടക്കേന്ത്യയിൽ അടക്കം സഖാവ് പിണറായി വിജയൻ പോയി മധ്യപ്രദേശിലും തെലങ്കാനയിലും കർണാടകത്തിലുമെല്ലാം RSSന്റെ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള പ്രസംഗം നടത്തിയപ്പോഴാണ് 2 കോടി രൂപ ഇനാം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താ? പ്രധാനമന്ത്രിയെയും BJPയും വിമർശിക്കുന്നില്ല എന്ന്. ഈ മുഖ്യമന്ത്രിയുടെ യോഗങ്ങളും CPMന്റെ നേതാക്കന്മാരുടെ യോഗങ്ങളും ഒന്ന് വസ്തുതാപരമായി ഒന്ന് പരിശോധിച്ചാൽ എത്ര കൃത്യമായിട്ടാണ് ദേശീയ വിഷയങ്ങൾ ഓരോന്നുമായി എടുത്ത് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം, പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട്, കാശ്മീരിനെ കീറിമുറിച്ചതുമായി ബന്ധപ്പെട്ട്, മുത്തലാഖ് പരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബിൽക്കീസ് ബാനുവിന്റെ കേസിലെ കർഷക നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പ്രസംഗിച്ചതിന് കോൺഗ്രസിന്റെ ദേശീയ വക്താവ് ഷമാ മുഹമ്മദിനെതിരെ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറയാണ് തെരഞ്ഞെടുപ്പ് നടക്കല്ലേ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണല്ലോ, സ്വാഭാവികമായും പോലീസ് നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക എന്ന്. ഇപ്പോൾ പോലീസിനെ കുറിച്ച് ആദ്യമായി വരുന്ന വിഷയമല്ല ഇത്. ആനി രാജ വയനാട്ടിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മുമ്പ് ഒരിക്കൽ കേരള പോലീസിനെ കുറിച്ച് പറഞ്ഞ കമന്റ് നമ്മുടെ മനസ്സുകളിൽ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അവർ ചെയ്യുന്നതല്ല കുറ്റം. ഇപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കാര്യങ്ങൾക്കും അതുപോലെ ആരോപണം ഉന്നയിക്കാൻ കഴിയും. ഇന്നിപ്പോൾ നോക്കൂ, നിങ്ങളുടെ കാസർകോട്ടെ സ്ഥാനാർത്ഥി സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ വലിയ തോതിൽ അവിടെ വിവാദമായിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കുന്നതാണ് എന്ന വിവാദം ഉണ്ടായിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അത് പരസ്പരം രാഷ്ട്രീയത്തെ തന്നെ റദ്ദാക്കി കളഞ്ഞുകൊണ്ടാകണമോ എന്നുള്ളതാണ് പ്രശ്നം. അഭിലാഷേ, രാഷ്ട്രീയപരമായിട്ട് ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കും. കാരണം ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്ന രൂപത്തിൽ ഞങ്ങളുടെ നയങ്ങളെയും പ്രവർത്തനങ്ങളെയും വിമർശിക്കാം. വിമർശനം രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ഉള്ളതാണ്. അതുപോലെ തിരിച്ചും വിമർശനങ്ങൾ ഉണ്ടാകാം. മുൻ ഭരണം കോൺഗ്രസ് നടത്തുമ്പോഴും രാജ്യം കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഉണ്ടായിട്ടുള്ള വൈകല്യങ്ങളെ ഞങ്ങളും ചൂണ്ടിക്കാണിക്കും. പക്ഷെ വസ്തുതാപരമല്ലാത്ത കാര്യം പറയാമോ? ഇന്നലെ പറഞ്ഞു ഞങ്ങൾ സഹോദരന്മാരാണ്, അതായത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരന്മാരാണെന്ന് ഇന്നലത്തെ പ്രസംഗത്തിൽ പറയുന്നു. ഇന്ന് പറയുന്നു എന്തുകൊണ്ട് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അങ്ങ് ചോദിച്ചല്ലോ, എന്നെ അയോഗ്യനാക്കി, അതുപോലെ തന്നെ എന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി, അതുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അയോഗ്യനാക്കുന്നില്ല? മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാതി സമാനമായിട്ടുള്ള വിഷയത്തിൽ വരണ്ടേ? മുഖ്യമന്ത്രിയുടെ ഭവനത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സാഹചര്യം വരണ്ടേ? കൊച്ചു കുട്ടികൾക്ക് പോലും എഴുതി കൊടുത്ത് വായിക്കുന്ന പ്രസംഗമാണെങ്കിൽ പോലും ഇന്നലെ പറഞ്ഞതും ഇന്നും പറഞ്ഞതും തമ്മിൽ ഒരു യോജിപ്പ് വേണ്ടേ? എന്തു മണ്ടത്തരം എഴുതി തന്നാലും അത് വായിക്കാൻ പറ്റുമോ? അത് പറയാമോ?
അതിൽ എന്തെങ്കിലും വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം വേണ്ടേ? ഇന്ത്യ മുന്നണിക്ക് നയിക്കുന്ന ഒരു നേതാവ് എന്ന രൂപത്തിൽ മറ്റ് 28 സ്റ്റേറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെന്നും എതിർപക്ഷം ഈ പ്രസംഗങ്ങളെ വരെ അവിടെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും എന്നുള്ള ഒരു സാധാരണ ധാരണ ഇദ്ദേഹത്തിന് വേണ്ടേ? ഇദ്ദേഹത്തിന് ആ ധാരണയോട് വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ അദ്ദേഹം പറയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഏതു കേസിൽ എന്ത് ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ? ആ അന്വേഷണത്തിന്റെ തോത് എന്തായി? അത് ഈ രാജ്യത്താകമാനം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന സമാനമായ നിലപാടിന് തുല്യമാണോ? നാഷണൽ ഹെറാൾഡ് കോൺഗ്രസിന്റെ ദേശീയ ദിനപത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസം മുമ്പാണ് 785 കോടി രൂപ ED കണ്ടുകെട്ടിയത്. എന്നെ ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു, അതുപോലെ അദ്ദേഹത്തിന്റെ അളിയനെയും ചോദ്യം ചെയ്തു, റോബർട്ട് വധേരയെ ചോദ്യം ചെയ്തു, പി ചിദംബരത്തെ ചോദ്യം ചെയ്തു, കാർത്തി ചിദംബരത്തെ ജയിലിലിട്ടു. സമാനമായ സാഹചര്യങ്ങൾ എത്രയുണ്ട്? അതുപോലെ തന്നെയാണ് 2 മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. ആ മുഖ്യമന്ത്രിയെ, ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ ജയിലിലിടാൻ പരാതി കൊടുത്തതാരാ? ആ പരാതിയുടെ പുറത്ത് തെളിവ് കൊടുത്തതാരാ? ആ മുഖ്യമന്ത്രിയെ ജയിലിലിട്ടതിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രി പദം ഒഴിയണമെന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തതാരാ? ഇതെല്ലാം കോൺഗ്രസ് അല്ലേ? അപ്പൊ കോൺഗ്രസ് തന്നെ പരാതി കൊടുക്കും, കോൺഗ്രസ് തന്നെ പരാതിക്ക് തെളിവ് കൊടുക്കും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറയും, എന്നിട്ട് അവരോടൊപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇതാണ് നിലപാടില്ലായ്മ. ആ നിലപാടില്ലായ്മയുടെ പേരാണ് കോൺഗ്രസ്. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ പരസ്പര വിരുദ്ധമായ, തെറ്റിദ്ധരിപ്പിക്കുന്ന, വസ്തുതയുമായി പുലബന്ധമില്ലാത്ത ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിക്കും. എന്നിട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പടം അവർ തന്നെ പത്രത്തിൽ പരസ്യം ചെയ്യിക്കും. ഈ രാജ്യത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കും. അവിടെയാണ് സാധാരണക്കാരായ വോട്ടർമാർ ഇതെല്ലാം കാണുന്നത് എന്ന ബോധ്യം കോൺഗ്രസിനും UDF-നും വരണം. അതവർ മനസ്സിലാക്കണം. ശരി, ഓക്കെ. ഇവിടെ ശ്രീ PR ശിവശങ്കർ, ഓക്കെ, ഇന്ത്യ മുന്നണിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കട്ടെ, അവരുടെ കാര്യം എന്ന് വെക്കാം. ഇവിടെ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യം, 2 മുഖ്യമന്ത്രിമാർ ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും ജയിലിലാണ്. ഹേമന്ത് സോറൻ രാജിവെച്ചു, കെജ്രിവാൾ രാജിവെച്ചിട്ടില്ല. ഈ വർഷം തുടങ്ങിയപ്പോൾ 2 സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന 2 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിനകത്താണ്. പിണറായി വിജയനെ ജയിലിനകത്ത് ഇടുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം. ഇപ്പോൾ ഞാൻ ഇന്നലെ കേട്ട ഒരു കാര്യം, വയ്യായിക പറഞ്ഞ് അന്വേഷണത്തിന് ഹാജരാവാൻ, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിസമ്മതിച്ചിട്ടും ശശിധരൻ കർത്തയെ അങ്ങോട്ട് പോയി ചോദ്യം ചെയ്തത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ദിവസം മുഖ്യമന്ത്രിയുടെ മകളെ ED ചോദ്യം ചെയ്യാനോ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് പോകാനോ ആണ് എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിന് മുഖ്യമന്ത്രിയോടൊരു സൗജന്യം കാണിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് മുഖ്യമന്ത്രിമാർ നേരിടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പിണറായി വിജയനെ നേരിടേണ്ടി വരുന്നില്ല എന്ന ഒരു പോയിന്റ് അവിടെ രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതൊരു ഡോഗ് വിസിലായി മാറുമോ? ഞാനത് ഈ ഉത്തരത്തിന് മുൻപ് ഞാൻ 3 കാര്യങ്ങളൂടെ എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാനുണ്ട്. ഞാൻ അത് ആദ്യം പറഞ്ഞിട്ട് അഭിലാഷിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം കേട്ടോ. ഒന്ന്, ഇവിടെ വസ്തുതാപരമായ കാര്യങ്ങൾ പറയുന്നു എന്ന് നിരന്തരം അരുൺ പറയുമ്പോഴും അദ്ദേഹം പറയുന്ന കാര്യത്തിൽ വസ്തുതാപരമല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരിക്കലും രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ള ഈ CPM-നെതിരെയുള്ള കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടില്ല. രാഹുൽ പാർലമെൻറ്റിൽ മാത്രമല്ല, ഒരുപക്ഷെ ഇവിടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലെ വനിതാ സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ പോലും ഒരൊറ്റ വാചകം പോലും അന്ന് വരെ CPM-നെതിരെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകൂടത്തിനെതിരെയോ പിണറായിക്കെതിരെയോ പ്രസംഗിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവർ പറയുന്ന 2 കാര്യങ്ങൾ, ഒന്ന്, ഇവിടെ കേരളത്തിലെ മുഴുവൻ കേസുകളിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു തെളിവുമില്ല അല്ലെങ്കിൽ ഒരു അറസ്റ്റ് നടന്നിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത അനുയായിയായ പ്രൈവറ്റ് സെക്രട്ടറിയെ, പ്രിൻസിപ്പൽ സെക്രട്ടറിയെ തന്നെ ശിവശങ്കർ അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു. ജാമ്യം കിട്ടിയത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ്, ഇതൊന്നും തെളിവില്ലാത്തത് കൊണ്ടല്ല എന്ന് വക്കീലായ അരുണിന് നന്നായിട്ട് അറിയാമെന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നു. 2, IT സെറ്റിൽമെൻറ്റ് ബോർഡ് കേസ്. ആ കേസ് വിധി വന്നതാണ്, സംസ്ഥാനത്ത് എല്ലാവരും വായിച്ചത്, നമ്മൾ പലതവണ ചെക്ക് ചെയ്തതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകളെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല ആ കാര്യത്തിൽ എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ കേസുകൾ പലതും തെളിഞ്ഞിട്ടുണ്ട്, പല കേസിലും വിധിയും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഏറ്റവും പ്രസ്താവം. പിന്നെ ഒരു കാര്യം, RSSൻ്റെ ആരും ഇവിടെ മുഖ്യമന്ത്രിയുടെ തലയ്ക്കൊന്നും വില പറഞ്ഞിട്ടില്ല. തലയ്ക്ക് വില പറയുന്ന ഒരു പ്രസ്ഥാനമല്ല RSS. അത് പ്രത്യേകിച്ച് തലയ്ക്ക് വെളിവില്ലാത്തവരുടെ ഒട്ടും പറയാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അടുത്ത ചോദ്യം കോൺഗ്രസിനോടാണ്. ഇപ്പോൾ ഇത്തരത്തിൽ പിണറായിക്കെതിരെ പറയുന്ന ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ പോയാൽ കോൺഗ്രസ് ഇവിടെ അതിന് അനുകൂലമായി ഡിസ്കഷൻ എടുക്കുമോ, അതല്ല എതിരായി സമരം ചെയ്യുമോ? താങ്കൾ ഇത് തന്നെയായിരുന്നല്ലോ, കോൺഗ്രസ് ഇത് തന്നെയായിരുന്നല്ലോ ഡൽഹിയിലും അരവിന്ദ് കെജ്രിവാളിനെതിരെ നിരന്തരമായി ആരോപണം ഉന്നയിച്ചതെല്ലാം കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ ഇവിടെ
കേരളത്തിൽ കോൺഗ്രസ് ഇന്ന് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, പിണറായിക്കെതിരെയുള്ള ആരോപണങ്ങൾ, പിണറായി വിജയനെയോ മകളെയോ അതല്ലെങ്കിൽ തോമസ് ഐസക്കിനെയോ എല്ലാം ഇഡി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്താൽ എന്തായിരിക്കും അവരുടെ സ്റ്റാൻഡ് എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കാൻ പറ്റണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം നിലപാടില്ലായ്മയുടെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ ആ നിലപാടില്ലായ്മയുടെ പുറകിൽ നിന്നുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ദേശീയ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നത് എന്നുകൂടി അരുൺ മനസ്സിലാക്കണം. അപ്പം നിലപാടില്ലായ്മയുടെ പുറകെ പോകുന്ന നിങ്ങളുടെ നിലപാടില്ലായ്മയാണ് അതിലും വിചിത്രവും ഏറ്റവും അത്ഭുതകരവും മാനക്കേടുണ്ടാക്കുന്നതും എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അഭിലാഷ് പറഞ്ഞതിൻ്റെ കാര്യം, അഭിലാഷ്, നിങ്ങൾ ചോദിക്കുന്നത് പോലെ ഓരോ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അന്വേഷണവും മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റേതായ പല പല പ്രശ്നങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ഇതൊരു സിമ്പിൾ കേസല്ല, ഇതൊരു ക്രിമിനൽ കേസല്ല. ഇപ്പോൾ കരുവന്നൂർ കേസിൽ നമുക്കറിയാമല്ലോ, ഓരോരോ കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇന്ന് CPM-ന്റെ ഒതുക്കി വെച്ച അല്ലെങ്കിൽ CPM ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിൽ പോലും നൽകാത്ത പല ബാങ്ക് അക്കൗണ്ടുകളും മുന്നോട്ട് വന്നിരിക്കുന്നു. അത് വലിയൊരു കേസാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ അത് CPM-ന് ഇനി ഒരുപക്ഷെ ഒരു ചിഹ്നം പോലും ലഭിക്കാത്ത രീതിയിൽ, നീരാളിയോ അല്ലെങ്കിൽ മറ്റുള്ള അദ്ദേഹം ബാലൻ പറഞ്ഞ പേരുകൾ ഞാൻ പറയുന്നില്ല, അത്തരത്തിലുള്ള ചിഹ്നങ്ങൾ പോലും ലഭിക്കാത്തത്ര വലിയ കുറ്റമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ, ഒരു ജില്ലയിൽ തന്നെ 16ഓളം ബാങ്ക് അക്കൗണ്ടുകൾ പൂഴ്ത്തി വെച്ചുകൊണ്ട് അതിൽ കള്ള പണം സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ തെറ്റായ രീതിയിലുള്ള ലോണും പാവപ്പെട്ടവൻ്റെ ലോൺ അടക്കം മേടിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കുറ്റം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കുറ്റങ്ങൾ ചെയ്തത് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ വലിയ സമയം വരും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു നിർത്തുന്നു, ഈ കേരളത്തിൽ ഈ ഇത്രയേറെ അഴിമതി, വലിയ ബൃഹത്തായ അഴിമതി EDയെയും CBIയെയും സംബന്ധിച്ചോളം സമയം വേണ്ടിവരും. അന്വേഷണം അത് തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ എന്നുള്ളതല്ല, അതിൻ്റെ യഥാർത്ഥ സ്പീഡിൽ അത് പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് തിരഞ്ഞെടുപ്പും EDയുടെ അന്വേഷണമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരി, ശ്രീ KP നൗഷാദ്, എന്തിന് ഇന്ത്യ സഖ്യം രൂപം കൊണ്ടുവന്ന് ചോദിച്ചാൽ അതൊരു തെരഞ്ഞെടുപ്പ് മുന്നണി എന്നുള്ള നിലയിൽ മാത്രമല്ല, BJP സർക്കാർ ഭരണഘടനാ വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നു, അന്വേഷണ ഏജൻസികളെ വെൻഡേറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, മറ്റ് കക്ഷികളെ അതുപോലെ തന്നെ സംസ്ഥാനങ്ങളെയൊക്കെ ശ്വാസം മുട്ടിക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള കൺസെപ്റ്റിലാണല്ലോ ഒരു മുന്നണി വന്നത്. അങ്ങനെ ആ മുന്നണി രൂപം കൊണ്ടു. ആ മുന്നണിയുടെ അവസാനത്തെ റാലി ഡൽഹിയിൽ നടന്നത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ആ റാലിയിൽ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി, ഈ റാലിയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പൊതു സമീപനമായി മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളിലെ ആദ്യത്തെ പ്രശ്നം അന്വേഷണ ഏജൻസികളെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് നേരെ അഴിച്ചുവിടരുത് എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യമായി. അങ്ങനെ പ്രതിപക്ഷത്തിന് നേരെ അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിടരുത് എന്നത് ഒരു സെൻട്രൽ തീമായി രൂപം കൊണ്ട മുന്നണി, നിങ്ങളുടെ അവസാനത്തെ റാലി അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉന്നയിച്ച മുന്നണി, ആ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇന്ന് ചോദിക്കുകയാണ് EDയും ITയും അന്വേഷണ ഏജൻസികളൊന്നും കേരള മുഖ്യമന്ത്രിയെ തൊടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ തൊടണമായിരുന്നു, തൊട്ടില്ല എന്തേന്ന് ചോദിക്കുകയാണ്. ഇത് വയനാട്ടിലെയോ കേരളത്തിലെയോ വോട്ടർമാരും ഇവിടുത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള വോട്ടർമാരും അല്ലല്ലോ കേൾക്കുന്നത്. 96 കോടി വോട്ടർമാർ 543 മണ്ഡലങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ മുന്നണിയുടെ ഇക്കാര്യത്തിലൊക്കെയുള്ള കാഴ്ചപ്പാട് എന്നുള്ളതിൽ രാജ്യം മുഴുവൻ കേൾക്കുകയാണ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? വളരെ നിഷ്പ്രയാസമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം അഭിലാഷ്. ഞാൻ അതിനകത്ത് അത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒരു CPM-ന്റെ ഈ വാദം എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി. അവർ പറയുന്നത്, നേരത്തെ അരുൺ ഇവിടെ സൂചിപ്പിക്കുകയാണ്, ഇന്ത്യ രാജ്യത്തെ EDയുടെ വേട്ടകളെക്കുറിച്ചും കേരളത്തിലെ EDയുടെ സമീപനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ നേതാക്കളുടെയും പാർട്ടികളുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇവർ അന്വേഷണ ഏജൻസികളെ ഇന്ത്യ മുഴുവൻ ദുരുപയോഗപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിനകത്ത് യാതൊരു മാറ്റവും. അപ്പോൾ CPM-ന്റെ കേരള ഘടകക്കാർ പറയുന്നു മറ്റിടങ്ങളിൽ ഇവിടെ നാഷണൽ ഹെറാൾഡിനെ ഫ്രീസ് ചെയ്തു, അതിൻ്റെ തുക ഫ്രീസ് ചെയ്തു, രാഹുൽ ഗാന്ധിയെ, സോണിയാഗാന്ധിയെ, ചിദംബരത്തെ, ശിവകുമാറിനെ, സ്റ്റാലിൻ്റെ സഹപ്രവർത്തകരെ, മമതയുടെ സഹപ്രവർത്തകരെ ഒക്കെ, അരവിന്ദ് കെജ്രിവാളിനെ, ഹേമന്ത് സോറിനെ ഒക്കെ അറസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയോ ED പറയുന്നുണ്ടല്ലോ അവരുടെ അടുത്തൊക്കെ തെറ്റുണ്ട് എന്ന്, അതുപോലെയാണ് എന്നൊരു വ്യംഗ്യം, അത് ശരിയാണ് എന്നൊരു തരത്തിലുള്ള ഒരു ഭാഷ്യം കേരളത്തിലെ പിണറായി വിജയന്റെ അനുയായികൾ ഇവിടെ ചമക്കുന്നത് അതീവ നിർഭാഗ്യകരമാണ്. പിണറായി വിജയൻ മാത്രമാണ് എന്റെ കൂടെ ഇടപെടുന്നത്. ഇല്ലല്ല, നിങ്ങൾ സുദീർഘമായിട്ട് നിങ്ങൾ ഉപന്യസിച്ചപ്പോ നിങ്ങൾ സുദീർഘമായിട്ട് ഉപന്യസിച്ചപ്പോൾ ഞാൻ ശരിയല്ല. അദ്ദേഹം ഇങ്ങനെ ഇടപെടുന്ന നിലവാരമില്ലാത്ത പണി ശരിയല്ല. അദ്ദേഹം അന്യായം പറഞ്ഞപ്പോ മറുപടി പറയാൻ ഞാൻ താങ്കൾക്ക് സമയം തരാം എന്ന് EDയുടെ ഭാഷ്യം
ഇഡിയുടെ ഭാഷ്യം CPM പറയുകയാണ് നാഷണൽ ഹെറാൾഡിന്റെ 1000-നടുത്ത് കോടി രൂപ ഫ്രീസ് ചെയ്തു പോയി എന്നുള്ളത് ഇഡിയുടെ മറ്റ് നടപടികളൊക്കെ നിങ്ങൾ അങ്ങനെ ഇടപെടാൻ പാടില്ല. അങ്ങനെയാണ് നിങ്ങൾ ഞാൻ മിണ്ടിയിട്ടില്ല. ഭാഷ്യം ചമക്കുന്നു എന്നാ പറഞ്ഞത്. നിങ്ങളുടെ ഭാഷ്യം അതാണ് എന്നാ പറഞ്ഞത്. പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്തത് ഇവിടെ ഒരു കുഴപ്പമില്ല, അദ്ദേഹം പരിശുദ്ധനാണ്, നിഷ്കളങ്കരാണ്, ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നും കൂട്ടിച്ചേർത്ത് പറയുമ്പോ ഇഡിയുടെ ഔദ്യോഗിക ഭാഷ്യമാണ് നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. നിങ്ങളുടെ ദുഷ്ടലാക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ രാജ്യത്തുടനീളം ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ വ്യാജങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുമ്പോ അങ്ങനെ വ്യാജം നേരിടേണ്ടി വരാത്ത അണിയിലുള്ള ഒരാളെ കുറിച്ച് വീണ്ടും വീണ്ടും അവർ പ്രകോപിപ്പിക്കുമ്പോ ഒരു സംശയം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ആദ്യമേ പ്രകടിപ്പിക്കേണ്ട ഒരു സംശയമാണ്. ഒരണിയിൽ എല്ലാവരെയും ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞുകൊണ്ട് വേട്ടയാടുമ്പോ ഒരാളെ മാത്രം വേട്ടയാടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അന്നം തിന്നുന്നവരെ അതിനർത്ഥം അദ്ദേഹത്തെ നാളെ വേട്ടയാടണമെന്നോ അദ്ദേഹത്തിന് അപായമുണ്ടാക്കണമെന്നോ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കണമെന്നോ വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഇതിപ്പോ ഇവിടെ ഈ ചർച്ചയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഡൽഹിയിൽ അവിടെ ലൈഫ് മിഷൻ കേസിൽ അടക്കമുള്ള ആളുകൾ ചെയർമാന്റെ സബോർഡിനേറ്റ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇവിടുത്തെ ആഫീസിന്റെ തലവനെ വെറുതെ വിടുന്നു, അതിന്റെ സബോർഡിനേറ്റ് അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോ അന്നം തിന്നുന്ന മലയാളികളുടെ മനസ്സിലൊക്കെ കാലങ്ങളായിട്ട് ഈ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരും. നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. അതിനു മുന്നിൽ ഇഡി ഞങ്ങളെ ചെയ്യാത്തത് നിരപരാധികളും നിഷ്കളങ്കരും ആയതുകൊണ്ടാണ് രാജ്യത്തുടനീളം മറ്റ് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടിയതൊക്കെ ഇഡിക്ക് എന്തോ കാര്യമായ മർമ്മം കിട്ടിയത് കൊണ്ടാണ് എന്ന മട്ടി പറയുമ്പോൾ നിങ്ങളുടെ പുറംപൂച്ചാണ് പുറത്താകുന്നത്. നിങ്ങളുടെ അന്തർധാര മറനീക്കുകയാണ്, അത് അനാവൃതമാവുകയാണ്. അത് തിരിച്ചറിയാനുള്ള ശേഷി കേരളത്തിലെയും ഇന്ത്യയിലെയും സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക. അരുൺകുമാറിന് അതിന് മറുപടി ഉണ്ടാവും, താങ്കൾക്ക് വീണ്ടും മറുപടി ഉണ്ടാവും. അത് കേരളത്തിലെ രാഷ്ട്രീയം. നോക്കൂ, അവസാനത്തെ ഇന്ത്യ മുന്നണി റാലിയിൽ 2 പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് സുനിത കേജ്രിവാൾ, അരവിന്ദ് കേജ്രിവാളിന്റെ ഭാര്യ. 2 കൽപ്പന സോറൻ, ഹേമന്ത് സോറന്റെ ഭാര്യ. നോക്കൂ, ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ ആദ്യം പരാതി കൊടുത്തത് അജയ് മാക്കനും അവിടുത്തെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിങ്ങളുടെ അവിടുത്തെ സംസ്ഥാന യൂണിറ്റാണ് മദ്യനയ അഴിമതി ആദ്യം പ്രധാനപ്പെട്ട വിഷയമാക്കി കൊണ്ടുവന്നത്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാവുന്നു, ഇന്ത്യ മുന്നണി റാലി നടത്തുന്നു, പ്രതിപക്ഷത്തിന് നേരെ, പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ ഈ പറഞ്ഞ അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിടുകയാണ് വേട്ടനായ്ക്കളെ പോലെ എന്ന് പ്രഖ്യാപിക്കുന്നു. ഇപ്പൊ നാളെ ഇനിയിപ്പോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നൊക്കെയുള്ള സൂചനകളുണ്ട്. നാളെ കേരള മുഖ്യമന്ത്രി എന്തെങ്കിലും നടപടിക്ക് വിധേയമായാൽ ഒരുപക്ഷെ കമല വിജയനെ സ്റ്റേജിലിരുത്തി രാഹുൽ ഗാന്ധി ഇതുപോലെ പ്രസംഗിക്കുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഇക്കാര്യത്തിലെ നാഷണൽ ലെവലിലുള്ള നിലപാട് എന്താണെന്നുള്ളത് പ്രശ്നമാണ്. ഇതിപ്പോ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പെരുന്നാൾ നാളെ ആയിരിക്കും എന്ന് പറയുന്നത് പോലെ കേരളം ഒഴികെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇഡി വേട്ടപ്പട്ടിയാണ്, കേരളത്തിന് മാത്രം അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റുമോ? അഭിലാഷ്, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇവിടെ ഞാൻ ഇതിൻ്റെ പുറകിലുള്ള കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു. ഈ പറഞ്ഞ വാചകത്തിന് പിന്നിലുള്ള വ്യംഗ്യം എന്താണ്, അതിൻ്റെ രാഷ്ട്രീയം എന്താണ്, അതിൻ്റെ മുന എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമാക്കി പറഞ്ഞു. അരവിന്ദ് കേജ്രിവാളിൻ്റെ ഉദാഹരണം നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ അരവിന്ദ് കേജ്രിവാളും ഈ പറഞ്ഞ ബൃന്ദ കാരാട്ടും ബാബ രാംദേവും കിരൺ ബേഡിയും RSS നിയോഗിച്ച ആളുകളൊക്കെ ചേർന്നിട്ടാണ് 2013-ലും 2014-ലും ഒക്കെ വലിയ ഗൂഢാലോചനകൾ ഈ രാജ്യത്ത് നടത്തിയത്. ഞങ്ങൾ അരവിന്ദ് കേജ്രിവാളിനെ രാഷ്ട്രീയമായിട്ട് എന്നും എതിർത്തിട്ടുണ്ട്. പക്ഷെ BJPയെ തോൽപ്പിക്കുന്നൊരു പോരാട്ടത്തിൽ ഞങ്ങൾ ശിവസേനയെ പോലും ചേർത്ത് പിടിച്ച് ഈ രാജ്യത്ത് മുന്നോട്ട് പോകുമ്പോൾ അരവിന്ദ് കേജ്രിവാളിനെയും ചേർത്ത് പിടിക്കും. രാജസ്ഥാനിൽ CPMന് സീറ്റും കൊടുക്കും. അങ്ങനെ ചേർക്കാവുന്ന മുഴുവൻ ശ്രമങ്ങളും ഞങ്ങൾ നടത്തും. അത് ഞങ്ങളുടെ BJPക്കെതിരായിട്ടുള്ള പ്രതിജ്ഞാബദ്ധതയുടെ വലിയ കൊടിയടയാളമാണ്. പിന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് പുതുക്കിപ്പണിത UAPയെ ഈ രാജ്യത്ത് ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം.
കേരളം. ഇവിടെ പോയിന്റ് ബ്ലാങ്കിൽ 8 മനുഷ്യരെയാണ് ഇവർ വെടിവെച്ച് ചുട്ടുകൊന്നത് മാവോയിസ്റ്റുകൾ എന്ന പേരിൽ. ഇതൊക്കെ ആരുടെ കയ്യടി വാങ്ങാനാണ്, ആരുടെ രാഷ്ട്രീയത്തെ പിന്തുടരാനാണെന്ന് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് ആനി രാജ തൊട്ട് CPIയുടെ യുവജന സംഘടന വരെ ഈ പറഞ്ഞ കേരള മുഖ്യമന്ത്രിയെ പല ശൈലികളും പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ വിശേഷിപ്പിച്ചത്. ഇപ്പോഴും സംഘപരിവാർ കേരളത്തിലെ പോലീസിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, പിണറായി വിജയൻ അശക്തനായി നിൽക്കുന്നത്, ദുർബലനായി നിർനിമേഷനായി ഒന്നും ചെയ്യാൻ കഴിയാതെ അതൊക്കെ നോക്കി നിൽക്കുന്നത്, ഇതൊക്കെ കേരളീയർ കാണുന്നുണ്ട്. ഇതൊക്കെ വെച്ച് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ സംശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ വിരളി പിടിച്ചിട്ട് കാര്യമില്ല, ദേശീയ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കുഴച്ചിട്ട് കാര്യമില്ല. വളരെ കൃത്യമാണ്, രാജ്യം മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെ ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ വേട്ടയാടുമ്പോൾ ഒരാളെ മാത്രം വേട്ടയാടാതിരിക്കുമ്പോൾ അത് ചിലപ്പോഴൊക്കെ സംശയമായിട്ട് തികച്ചു വരും. അതൊരു സ്വാഭാവികതയാണ്. അതിന്റെ മുന്നിൽ നിങ്ങളെ ഒരു ന്യായവും ചമച്ചിട്ട് കാര്യമില്ല. ശരി, പറയൂ അരുൺകുമാർ. അതൊരു സ്വാഭാവിക സംശയമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ആ സ്വാഭാവിക സംശയം രാഹുൽ ഗാന്ധിയും പ്രകടിപ്പിക്കുന്നു. ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ശരിക്കും പ്രബുദ്ധരാണ്. ഇപ്പൊ ഈ നൗഷാദ് അലി പറഞ്ഞ രാഷ്ട്രീയം കൃത്യമായി ഈ ജനങ്ങൾക്കെല്ലാം മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ ചർച്ചയുടെ ഭാഷ്യം ഇന്നതാണ് എന്നതാണ്. ഞാൻ പറഞ്ഞത് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രതിപക്ഷത്തെ വേട്ടയാടാൻ നടത്തുന്ന എല്ലാ ശ്രമത്തിലും CPM-ന് ഒറ്റ നിലപാടുള്ളൂ രാജ്യത്ത്. ഏത് പ്രതിപക്ഷ നേതാക്കന്മാർ, ഇപ്പൊ 95% കേസുകളും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരാണ് ED രജിസ്റ്റർ ചെയ്തത്. കള്ളപ്പണമായി ഈ രാജ്യത്ത് കണ്ടെത്തിയ പണത്തിൽ 1% പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ EDക്ക് കഴിഞ്ഞിട്ടില്ല. ED ആകെ 17 വർഷത്തെ ചരിത്രത്തിൽ 5903 കേസ് രജിസ്റ്റർ ചെയ്തതിൽ വെറും 23 കേസാണ് ശിക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്ത് EDയും CBIയും NIയും ആദായ നികുതി വകുപ്പും കസ്റ്റംസും നടത്തുന്ന തെറ്റായ ഇൻവെസ്റ്റിഗേഷനെതിരെ ഒറ്റ നിലപാടോടുള്ള പ്രതിഷേധമാണ് നടത്തിയത്. സംസ്ഥാനം തിരിച്ചുള്ള പ്രതിഷേധം, പ്രതിപക്ഷ കക്ഷികളെ മാറ്റി മാറ്റി വകതിരിച്ചുള്ള പ്രതിഷേധം ഞങ്ങൾ നടത്തിയില്ല. പക്ഷെ നിങ്ങൾ നടത്തുന്ന പ്രതിഷേധം സംസ്ഥാനങ്ങളുടെ അതിർത്തി വെച്ചിട്ടാണ്, രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടാണ്. ഈ ആപ്പിനെതിരെ നിങ്ങൾ പരാതി കൊടുക്കുന്നു, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നു, അവരുടെ വോട്ട് നിങ്ങൾക്ക് വേണം. ഡൽഹിയിൽ 4 സീറ്റിൽ അവരും 3 സീറ്റിൽ നിങ്ങളും മത്സരിക്കുന്നു. കേരളത്തിൽ നിങ്ങൾ വ്യത്യസ്ത കിഫ്ബി 9 തവണ സമൻസ് അയച്ചു, ഹൈക്കോടതി വരെ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമൻസ് അയച്ച് ബുദ്ധിമുട്ടിക്കാതെ പോയി പണി നോക്കാൻ പറഞ്ഞു EDയോട്. ഇപ്പൊ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ആയുധമായി ഏറ്റവും കൂടുതൽ ED കിഫ്ബി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നിലപാടില്ലായ്മ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞേ? ഞങ്ങൾ പറഞ്ഞതിന്റെ വാങ്യം, ഞങ്ങൾ പറഞ്ഞതിന്റെ രാഷ്ട്രീയം, ഞങ്ങൾ പറഞ്ഞതിന്റെ മുന, ഇതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. എന്താണ് ആ മുന എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് പ്രസംഗം. കേരളത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ CPM-നെ ആക്രമിക്കണം. അങ്ങനെ ആക്രമിക്കണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളില്ല. CIAയിൽ നിങ്ങളുടെ നയമെന്തെന്ന് ചോദിച്ചപ്പോ രാത്രി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ അറിയിക്കാമെന്ന് പറഞ്ഞു പോയ മല്ലികാർജുൻ ഖാർഗെ 12 ദിവസമായിട്ടും തിരിച്ചു വന്നിട്ടില്ല, ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. കൊടി പോലും പിടിക്കാൻ പറ്റാതെ തെരഞ്ഞെടുപ്പ് യോഗം നടത്തേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് 140 വർഷം ചരിത്രമുള്ള പ്രസ്ഥാനം അധംപതിച്ചിരിക്കുന്നു. ഇന്ന് ഒരു പയ്യൻ ലീഗിന്റെ കൊടിയും പിടിച്ചെന്ന് വീശി രാഹുൽ ഗാന്ധിയുടെ യോഗത്തിൽ ആ പയ്യന്റെ മുഖത്തടിച്ച് ചെവിക്ക് തിരുമി ചന്തിക്കടിച്ച് കൊടി മേടിച്ച് കീറിക്കളഞ്ഞ് ആ പയ്യനെ അവിടെ നിന്ന് മാറ്റുന്നത് വന്നിട്ടുണ്ട്. ഈ അവസ്ഥയിലാണ് മുഖത്തടിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. എല്ലാത്തിലും നിങ്ങൾ ഇങ്ങനെ കൂട്ടിയാൽ മതി അഭിലാഷേ. എല്ലാം ഈ ഉപ്പും മുളകും ചേർത്തല്ലേ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാം നിങ്ങൾ ഇങ്ങനെ കൂട്ടിയാൽ മതി. ഇതൊരു സോഷ്യൽ മീഡിയയിൽ അയച്ചു തരാം. ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു പ്രസ്ഥാനം തെരഞ്ഞെടുപ്പ് സമയത്ത് വർഷത്തെ ചരിത്രമുള്ള പാർട്ടി തളങ്കര വീഡിയോ മോഡൽ അല്ലല്ല 100 വർഷത്തിലധികം പഴക്കമുള്ള പാർട്ടിയുടെ പാരമ്പര്യമുള്ള കൊടി പോലും പിടിക്കാൻ കഴിയാതെ RSSന്റെ മുന്നിൽ മുട്ടഴങ്ങി നിങ്ങൾ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ വിമർശിക്കുമ്പോ തെറ്റായ കാര്യങ്ങളും പറഞ്ഞ് കള്ളക്കേസും പറഞ്ഞ് ഇങ്ങ് വ്യാജ ആരോപണങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു സ്ഥാനമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ആരോപണം, സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുക, അപകീർത്തിപ്പെടുത്തുക, മോർഫ് ചെയ്ത വീഡിയോ ഉണ്ടാക്കുക, അങ്ങനെ പ്രചരിപ്പിക്കുക, അതോടൊപ്പം തന്നെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇത് അന്വയിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ. ഈ മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരുപാട് ആരോപണം ഉന്നയിച്ചപ്പോഴാണ് 91 സീറ്റിൽ നിന്ന് ഞങ്ങൾ 99 മാറി, 42% വോട്ടിൽ നിന്ന് 45.3 മാറി. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഭരണ തുടർച്ച കിട്ടി. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരോപണം ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചപ്പോ ഇപ്പോഴും നിങ്ങൾ അത്തരത്തിൽ നുണ പ്രചരിപ്പിക്കുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. 2004 സമാനമായ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഞങ്ങൾ കേരളത്തിൽ ജയിക്കും. ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ മാത്രമാണ് എല്ലാവർക്കും അവകാശവാദം ഉന്നയിക്കാം, ഒരു തകരാറുമില്ല, എല്ലാ ജനങ്ങൾ തീരുമാനിക്കട്ടെ.
ശരി, ഞാൻ ഇനി സമയം വല്ലാതെ ആവുന്നു. അതായത് പെട്ടെന്ന് അര മിനിറ്റ് അതായത് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കൂടുതൽ സീറ്റ് കേരളത്തിൽ കിട്ടിയപ്പോൾ മാത്രമാണ് ദേശീയ തലത്തിൽ BJP-ക്ക് എതിരെ ഒരു വലിയ മുന്നണി ഉണ്ടായിട്ടുള്ളത്. അത് 77 നമുക്കറിയാം, 1996 ആയാലും അതുപോലെ തന്നെ 2004 ആയാലും നമ്മുടെ മുന്നിലുണ്ട്. അന്ന് കോൺഗ്രസിന് ഇടതുപക്ഷത്തിന് സീറ്റ് കിട്ടാതിരിക്കാൻ കേരളത്തിന് സീറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടപെടലിനെ ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ ചേർക്കും. എത്ര നുണ പ്രചരിപ്പിച്ചാലും ഞങ്ങൾ അതിനെ ചെറുത്തു തോൽപ്പിക്കും. നിങ്ങൾ നുണപ്രചരണത്തിന്റെ പുറകെ പോയിക്കോളൂ, ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി അതിനെ നേരിടും. ശരി, ഓക്കെ. ഇവിടെ ശ്രീ ശിവശങ്കർ, എന്തിന് ഇപ്പോ ഈ LDF UDF മുന്നണികൾ അടിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ ഇവിടുത്തെ പ്രധാനപ്പെട്ട ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന രണ്ട് കക്ഷികളാണ്. അപ്പോൾ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തും. ഇലക്ഷൻ രംഗത്താണല്ലോ, നിങ്ങളും അങ്ങനെയാണല്ലോ ചെയ്യാറ്. പക്ഷെ ഇവിടെ ഇപ്പോൾ BJP-യെ ആരാണ് എതിർക്കുന്നത് കൂടുതലായി, ആരാണ് ആ കാര്യത്തിലെ ചാമ്പ്യൻ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ പിണറായി വിജയന് എന്തോ ആനുകൂല്യം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്? BJP-ആയിട്ട് നിങ്ങൾ സോഫ്റ്റ് ആണ് എന്നൊരു വാദം പുഷ് ചെയ്യാനാണ്. അപ്പം മറുവശത്ത് ഇവർ നിങ്ങൾക്ക് CAA എന്താ പ്രകടന പത്രികയിൽ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതുകൊണ്ട് BJP-ആയിട്ട് ഞങ്ങളാണ് സ്ട്രോങ്, നിങ്ങൾ സോഫ്റ്റ് ആണെന്ന് തെളിയിക്കാനാണ്. അപ്പോൾ BJP-യെ എതിർക്കാൻ ആരാണ് മുമ്പിൽ എന്നതിന്റെ കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അല്ല, BJP വിരുദ്ധയാണല്ലോ ഇവരുടെ രണ്ടുപേരെയും മുഖമുദ്ര. സത്യത്തിൽ അഭിലാഷ്, താങ്കൾ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്ത് എനിക്കുണ്ട്. ഒന്ന്, ഇന്ന് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ വളരെ ശക്തമായ ഇടതുപക്ഷ വിരുദ്ധ തരംഗം അല്ലെങ്കിൽ ഭരണ വിരുദ്ധ തരംഗമുണ്ട്. അതുകൊണ്ട് സോഫ്റ്റ് ടുവേർഡ്സ് CPM അല്ലെങ്കിൽ പിണറായി വിജയൻ വിൽ നോട്ട് സപ്പോർട്ട് ദ കോൺഗ്രസ്സിന് ശക്തമായി മുന്നേറണമെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവിരുദ്ധതയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണത്തെയും ശക്തമായിട്ട് എതിർക്കണം. പിണറായി വിജയൻ അഴിമതിക്കാരനാണ് എന്ന് ശക്തമായി പറയണം. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് പോലും BJP-ക്ക് പോകും എന്ന് മനസ്സിലായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പിണറായി വിജയനെതിരെ പറയാൻ ആദ്യമായി തയ്യാറായത്. ഒന്ന്. രണ്ട്, ഇപ്പോൾ അരുൺ പറയുന്നത് പോലെ അഴിമതിക്കെതിരെയുള്ള അന്വേഷണത്തിന് ഹോളിഡേ പ്രഖ്യാപിക്കണം എന്നുള്ള രീതി ഞാൻ മനസ്സിലാക്കുന്നില്ല ജനാധിപത്യത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇവിടെ കോൺഗ്രസിനാണെങ്കിൽ അഴിമതിക്കെതിരെ പോരാടാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ അവസാനം ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നത് പോലെ അഴിമതിക്കെതിരെ പോരാടുവാൻ, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ പോരാടുവാൻ ഇന്ന് ഇവർക്ക് ഇരട്ട മനസ്സാണ്, ഇരട്ട താപ്പാണ്. ഒരു സംശയമില്ല. അതാണ് ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായിട്ട് തെളിയുന്നത്. പിണറായി വിജയനെതിരെ പോരാടുവാനായിട്ട് ഇവർക്ക് ഇരട്ടത്താപ്പാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ CPM ഇറ്റ്സ് അവർ ബ്ലഡ് റിലേഷൻ, ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, ഞങ്ങളുടെ ഇരട്ടപെറ്റ മക്കളാണെന്നൊക്കെ രീതിയിൽ പറയുന്നത് അതുകൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ മാനസിക നിലയ്ക്ക് എന്തോ കാര്യമായ തകരാറുണ്ട്. ഇന്ന് ഈ പ്രസംഗത്തിൽ തന്നെ നോക്കൂ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം എഴുന്നേക്കുന്നത് തന്നെ ഹൗ ഐ ക്യാൻ ഗോ ടു ഡിസ്റ്റർബ് ദം ടുഡേ. പ്രതിപക്ഷ കക്ഷികളെ അല്ലെങ്കിൽ BJP-യെ അല്ലെങ്കിൽ ഭരണകക്ഷിയെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എന്ന് ഒരു നേതാവ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാനസിക നിലയ്ക്ക് എന്തോ കാര്യമായ കുഴപ്പമില്ലേ? യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എഴുന്നേൽക്കേണ്ടത് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് എനിക്കെങ്ങനെ മുന്നേറാമെന്നാണ്. പക്ഷേ ഈ മനുഷ്യൻ എഴുന്നേൽക്കുന്നത് എങ്ങനെ BJP-ക്ക് ഡിസ്റ്റർബ് ചെയ്യാം. വളർച്ച പോലുമല്ല, വികസനമല്ല, രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പത്രക്കാരെ അഭിമുഖീകരിക്കാൻ ധൈര്യം ചിന്താഗതിയാണോ ഒരു അടുത്ത ഭരണകൂടത്തിന്? ഇതൊരു ഭരണകൂടത്തിനോ അടുത്ത ഭരണകൂടത്തെ നയിക്കാൻ പോകുന്ന ഒരു നേതാവിനോ മെന്റാലിറ്റിയാണ്. ഒരു സംശയമില്ല, ഈ മനുഷ്യന്റെ മാനസിക നില പരിശോധിക്കണം. ഒരു സംശയമില്ല. കാരണം ഒരു ഭരണകൂടത്തെ നയിക്കുവാൻ വേണ്ടി എന്ന് പറയുന്ന ഇത്തരം ഇത്തരത്തിൽ മറ്റു ഭരണകൂടത്തെ ചെയ്യാൻ ഒരു പ്രതിപക്ഷ നേതാവ് അങ്ങ് പറയുമോ ആരെങ്കിലും പറയുമോ? നിയമസഭയിൽ ചിത്രം കാണുന്നവർ
നിങ്ങളുടെ ഇത് പാർട്ടിയിലാണ്. സൂചിപ്പിക്കുന്നത് അതൊന്നും അദ്ദേഹത്തിന്റെ മറ്റുള്ളവരുടെ മേൽ മതിഭ്രമമാണ്, applicable ആക്കണ്ട. അദ്ദേഹത്തിന് മാനസിക ശരി, ഇത് താങ്കൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് താങ്കളുടെ നേതാവിനാണ്. കുറച്ചുകൂടി മതിഭ്രമമില്ലാത്ത ഭാഷയിൽ സംസാരിക്കാൻ, ജനങ്ങളോട് പോസിറ്റീവായ കാര്യങ്ങൾ പറയാൻ താങ്കളുടെ നേതാവിനെ, താങ്കളുടെ പ്രധാനമന്ത്രിയായ ഉദ്ദേശിക്കുന്ന അയാളെ നിശ്ചയിക്കണം. ഞാൻ ഇനിയിപ്പോ അത് പറഞ്ഞ് തർക്കിച്ച് സമയം കളയണ്ട. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ തർക്കവും തീരില്ല. ഇടവേള എടുത്തതിന് ശേഷം ഞാൻ മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ നൌഷാദ് അലി, ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പ്രസംഗം തുടങ്ങിയത് നേതാക്കളുടെ പേര് പരാമർശിച്ചതിന് ശേഷം പിന്നെ സീനിയർ ലീഡേഴ്സ് ഓഫ് ഇന്ത്യ അലയൻസ് ഓൺ ഡയസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യ അലയൻസിനെ കുറിച്ച് അദ്ദേഹത്തിന് ധാരണയുണ്ട്. അദ്ദേഹം വിമർശിക്കുന്ന പക്ഷവും ഇന്ത്യ അലയൻസിൽ ഉള്ളവരാണ് എന്ന ബോധ്യം കൂടി അപ്പോൾ ഉണ്ടാവേണ്ടതല്ലേ? ഇവിടെ ഇപ്പോൾ താങ്കളോ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ഒക്കെ ഉന്നയിക്കുന്ന അതേ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. ആ ആരോപണം കോൺഗ്രസ് ഇവിടെ ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളതൊന്നുമല്ല. നിങ്ങൾക്ക് സ്വാഭാവികമോ അസ്വാഭാവികമോ ആയി ഉണ്ടാവുന്ന സംശയങ്ങൾ ഇലക്ഷൻ രംഗത്ത് ചോദിച്ചും പറഞ്ഞും ഒക്കെ പോവാം. ഇപ്പോൾ നോക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞ സംസ്ഥാനമുണ്ടല്ലോ ഒഡീഷയിൽ BJP ആണ് അവിടുത്തെ ഭരണകക്ഷി. BJDയെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസ് അല്ല. അവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. പക്ഷേ നരേന്ദ്രമോദി ഒഡീഷയിൽ ചെന്നിട്ട് നവീൻ പട്നായിക്കിനെ കുറിച്ച് മോശം പ്രസംഗിക്കുകയോ ഇല്ല. അവിടുത്തെ സംസ്ഥാന നേതാക്കൾ ഭരണത്തെ വിമർശിക്കുമായിരിക്കും, പക്ഷേ നരേന്ദ്രമോദി പ്രസംഗിക്കില്ല. കാരണം എന്താ? അവരൊരു പൊട്ടൻഷ്യൽ അലയാണ്. നാളെ ഒരു ആവശ്യം വന്നാൽ ആവശ്യമുള്ള ആളുകളാണ് എന്നുള്ള ഒരു നില സ്വീകരിക്കുന്നുകൊണ്ടാണ്. അതല്ലേ മെച്യൂരിറ്റി? അതിവിടെ രാഹുൽ ഗാന്ധി കാണിച്ചോ? ഞാൻ അഭിലാഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ഇവിടെ ശിവശങ്കർ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ ഈ തടസ്സപ്പെടുത്തിയ ചില വാദങ്ങൾ ഉന്നയിക്കാൻ കാരണം, അദ്ദേഹം ഈ പിന്നെ തലക്ക് സുഖമില്ല എന്നൊക്കെ ഇങ്ങനെ ആദ്യത്തെ ഊഴത്ത് പറഞ്ഞു, രണ്ടാമത്തെ ഊഴത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ ഞങ്ങളാരും അവരുടെ നേതാക്കളെ ഇതും അത്തരത്തിൽ പറയുന്നില്ല, പറഞ്ഞു പോരാറില്ല. ഇനി ചിലപ്പോൾ ശിവശങ്കറിനെ നയിക്കുന്ന ഒരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞാൽ അതിനെതിരെ കേസെടുക്കുന്ന ഒരു അനിയം ബാബയുടെ ഗവൺമെൻറ് കേരളത്തിലുണ്ട് എന്നുള്ളതാവാം ശിവശങ്കറുടെ ഒരു ധൈര്യം. കാരണം തിരിച്ചൊന്നും പറയില്ലല്ലോ എന്നുള്ളൊരു ധൈര്യമാണെങ്കിൽ അതല്ല ശിവശങ്കറെ, ഞങ്ങളുടെ ഒരു രീതി അങ്ങനെ അല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളത് പറയാത്തതാണ്. ഏതായാലും ഇങ്ങനെ ആവർത്തിച്ചൊന്നും പറഞ്ഞുകൊണ്ട് ഒരു തവണയൊക്കെ പറഞ്ഞപ്പോൾ ഇനി കേട്ടില്ല എന്ന് നടിച്ചാലും അതിങ്ങനെ ഊഴം ആവർത്തിച്ച് പറയുന്നത് അതൊരു അരോചകമാണ്, അത് ശരിയല്ല. രണ്ടാമതായിട്ട് അഭിലാഷ് ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു പാനലാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയുടെ ഇൻ്റഗ്രിറ്റിയെ, അദ്ദേഹത്തിൻ്റെ BJP വിരുദ്ധതയെ, അദ്ദേഹത്തിൻ്റെ സംഘ് പരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെയൊക്കെ നിരന്തരം അസത്യങ്ങൾ കൊണ്ട് ഇവരങ്ങ് പൊതിയുകയാണ്. അങ്ങനെ പൊതിഞ്ഞു കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ പല ദുരൂഹമായ സംശയങ്ങളും ഉണ്ടാകും. അത് തീർക്കാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. അല്ലെങ്കിൽ അവർ വീണ്ടും ആക്രമിക്കും. കാരണം അദ്ദേഹം ബായി എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസവും ഇവിടെ പിണറായി ഗവൺമെൻറ്റിനെ കടന്നാക്രമിച്ചില്ല എന്ന് പത്രങ്ങൾ വെണ്ടക്ക നിരത്തിയത് മേശപ്പുറത്തിരിക്കുമ്പോൾ MV ഗോവിന്ദൻ രാവിലെ 10:30 മണിക്ക് പത്രസമ്മേളനം നടത്തുകയാണ്. അദ്ദേഹം എവിടെ BJPക്കെതിരെ വല്ലതും പറഞ്ഞോ? CAക്കെതിരെ വല്ലതും പറഞ്ഞോ? തലേ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് CAക്കെതിരെ വിശദമായിട്ട് വലിയ തോതിൽ ആഞ്ഞടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്തയും ചിത്രമൊക്കെ പത്രത്തിൽ ഗോവിന്ദൻ്റെ മേശപ്പുറത്തുള്ളത്. അപ്പോഴും അദ്ദേഹം ഇതിങ്ങനെ പല്ലവി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആവർത്തിക്കുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പാണ് അഭിലാഷേ. ചില ആൾക്കാർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടാകും. അത് തീർത്തു കൊടുക്കേണ്ട ഒരു രാഷ്ട്രീയ ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട്. അതില്ലാത്ത പക്ഷം പ്രതിഫലനങ്ങൾ, വിരുദ്ധ ധ്രുവങ്ങൾ ഉണ്ടാകുമോ എന്ന് കോൺഗ്രസുകാരുടെ ഭാഷയെക്കുറിച്ച് കൂടി അദ്ദേഹം ഓർത്ത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കളുടെ കാര്യം ഒരു കാര്യം കൂടി, അരുൺകുമാർ പറയുന്ന ഒരുപാട് കേസ് വന്നപ്പോൾ ഏതാണ്ട് 25 കേസാണ് വന്നതിൽ അത് 23 കേസ് മാത്രമാണ് വിധി പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇറ്റ്സ് 98%. 23 കേസ് വിധി പറഞ്ഞപ്പോൾ അതിൽ 25 കേസ് വിധി പറഞ്ഞപ്പോൾ 23 എണ്ണവും കൂടി വിധിച്ചു എന്നത് കൂടി മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള വസ്തുതാപരമായ തെറ്റുകൾ വെറുതെ ചാനൽ കയറി പറയരുത്. കണക്കൊക്കെ പൊതുസമൂഹത്തിലുണ്ട്. ശരി, സമയമില്ല. വളരെ നന്ദി ശ്രീ അരുൺകുമാർ, ശ്രീ നൌഷാദ് അലി, ശ്രീ ശിവശങ്കർ, വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.